വളരെ മാന്യമായി ഏറ്റവും കൃത്യമായി ആരെയും മോശം പറയാതെ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന എന്നെ വഴിയിൽ തടയുകയും തടഞ്ഞതൊരു സ്ത്രീയാണ് എന്ന കാരണം കൊണ്ട് മറുപടി ഒരു അക്ഷരം മിണ്ടാതെ കൈ പുറകിക്കേട്ട് നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ പോവുകയും ചെയ്ത ശേഷവും ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ പഴയ കാര്യങ്ങൾ, അതുവരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന കാര്യങ്ങൾ എടുത്തു. ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി ജയിക്കുമോ എന്നുള്ള പേടി നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എതിർ സ്ഥാനാർത്ഥിയുടെ ശക്തി കൂടി വരുമ്പോൾ, അയാളുടെ ജനപ്രീതി കൂടി വരുമ്പോൾ നമ്മളുടെ സാധ്യത അവിടെ കുറയുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും പേടിക്കും. എന്ന് വെച്ച് അയാളെ മത്സരിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചീപ്പായിട്ടുള്ള നാടകം കളിക്കുന്നത് ശരിയാണോ? ഒട്ടും ശരിയല്ല. അത് ജനങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും. ഇവിടെ തന്നെ പിഷാരടിയെ ആദ്യം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. സ്ത്രീകളെ ഇറക്കി തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമിച്ചു. അവിടെ നിന്ന് പിഷാരടിക്കെതിരായിട്ടൊന്നും കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ തലേ ദിവസം പിഷാരടി പറഞ്ഞ വാക്കുകളിൽ നിന്ന് അറ്റവും മൂലയും ഒക്കെ മുറിച്ചെടുത്തുകൊണ്ട് വന്ന് അയാളെ ഇപ്പം സ്ത്രീവിരുദ്ധനാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. ഇത് വല്ലാത്ത ചീപ്പ് ഗെയിമാണ്. ഇങ്ങനെ അൺഫെയർ ആയിട്ട് ഇലക്ഷനെ സമീപിക്കാൻ വേണ്ടിയിട്ട് പാടില്ല.